ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. സപ്പു ഉമ്മി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ 3 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്കൂളിൽ പോകാൻ പോവാണ്. ശനി ഞായർ അവധിയാണ്, പിന്നെ വെള്ളിയാഴ്ചയുടെ അവധി കിട്ടിയല്ലോ. അപ്പൊ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ്? ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കണോ? അപ്പൊ സപ്പുനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സപ്പുനെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഹോമിയോയിൽ ഒന്ന് പോകാൻ. ഹോമിയോ ആശുപത്രിയിലെ വേറെ ഒന്നുമല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കുവേ ചുമ്മാ അങ്ങ് തുമ്മണയാണ്. കുറച്ച് ദിവസമായി, 3-4 ദിവസമായി തുടങ്ങിയിട്ട്. വിചാരിച്ച തണുപ്പൊക്കെ രാവിലെ അടിക്കുന്നത് കൊണ്ടായിരിക്കും മാറിക്കോളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഡെയിലി ഇപ്പൊ 3-4 വട്ടം എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര തുമ്മലാണ്. എന്നാ പിന്നെ അതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഹോമിയോയിലാണ് കാണിക്കുന്നത്. അങ്ങനെ ഹോമിയോയിലല്ല കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു 2.5 വർഷങ്ങൾക്ക് മുന്നേ സപ്പുന് ഒരു അലർജിയുടെ പ്രശ്നം വന്നേ. അപ്പോഴേക്കും ഞങ്ങൾ കുറെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. ലാസ്റ്റ് നമ്മൾ ഹോമിയോ ചെന്നു. നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആദ്യം പോയ ഹോസ്പിറ്റലിൽ ഒന്നും അവർ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. ഹോമിയോയിൽ വന്നപ്പോഴേക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും 99% സപ്പുവിന്റെ ശരീരത്തിൽ അലർജി ആയിപ്പോയി. എന്തുകൊണ്ട് അലർജി എന്നുള്ള ടെസ്റ്റ് ചെയ്തില്ല, ജസ്റ്റ് എത്രത്തോളം അലർജി ശരീരത്തിലായിട്ടുണ്ടെന്ന് മാത്രമേ നോക്കിയുള്ളൂ. അപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങി ഹോമിയോ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് അതങ്ങ് കൂടി. സാധാരണ ഹോമിയോ കൊടുക്കുമ്പോൾ കൂടുമെന്നല്ലാന്ന് പറയുന്നത്. പക്ഷെ വേറെ ഒന്നും കൊടുത്തിട്ട് മാറാത്തതുകൊണ്ട് ലാസ്റ്റ് ഹോമിയോയിലോട്ട് പോയതാണ്. പക്ഷെ കൊടുത്തപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ ദേഹം ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ദേഹം ഇങ്ങനെ പൊങ്ങി വരും. നമ്മുടെ പുഴുവൊക്കെ ഇങ്ങനെ ആട്ടൂന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. പുഴുവൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ദേഹമൊക്കെ ചൊറിഞ്ഞാവൂലേ, അതിനേക്കാൾ ഡബിൾ ആയിട്ടാണ് സപ്പുന് വരുന്നത്. അപ്പൊ ഒരു ദിവസം വൈകിട്ട് ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ, ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരു വാട്ടർമെലന്റെ ജ്യൂസ് കുടിച്ചു. ഒരു 4-4.5 വയസ്സേ ഉള്ളൂ. അപ്പോഴേക്കും കുടിച്ചപ്പോഴേക്കും വൈകിട്ട് വന്ന് ഫുഡ് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, ജസ്റ്റ് ചോറ് അങ്ങനെ കഴിച്ചുള്ളൂ. അപ്പൊ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ദേഹമൊക്കെ ചൊറിയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ച് വാട്ടർമെലന്റെ പ്രശ്നമായിരിക്കും. നമ്മൾ അത് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിച്ചവരെന്താ ഫുഡ് കഴിച്ചെന്ന് ചോദിക്കുമല്ലോ. ചോദിക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ ഒന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല ആരും. അങ്ങനെ ലാസ്റ്റ് ഒരു രക്ഷയും ഇല്ലാതെ കണ്ടപ്പോ ഹോമിയോ ചെന്നു. നമ്മുടെ കോട്ടയത്ത് നാമ്പടത്തെ ഹോമിയോയിലാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണിച്ചു, ട്രീറ്റ്മെന്റ് തുടങ്ങി. മരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഇത് ഡബിൾ ആയിട്ട് വരണയാണ്. ചൊറിഞ്ഞ് തടിക്കലും അങ്ങനെ ആകെ പ്രശ്നം, മൊത്തം കൊച്ചും പ്രശ്നമായി. അത് കഴിഞ്ഞ് നമ്മൾ നിർത്തിയില്ല. എന്തായാലും എവിടെ കാണിച്ചാലും പ്രശ്നം തന്നെയാണ്. എന്നാ പിന്നെ നമുക്ക് ഇവിടെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ട്, ഭയങ്കര ചൂടാണ്, കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ ചെയ്ത് ഇങ്ങനെ 1 വീക്ക് മരുന്ന് തരുള്ളൂ. അങ്ങനെ 1 വീക്ക് മരുന്ന് കഴിച്ചിട്ട് വീണ്ടും ചെല്ലും. അത് കഴിഞ്ഞ് കുറയും കൂടും. അങ്ങനെ പോയി 1.5 വർഷത്തെ ട്രീറ്റ്മെന്റ് എടുത്തപ്പോഴേക്കും അത് കംപ്ലീറ്റ് ബോഡിയിൽ നിന്ന് പോയി. ഫുഡ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഏത് ഫുഡിൽ നിന്നാണോ വെള്ളത്തിൽ നിന്നാണോ ഒന്നും നമുക്കറിയാൻ പറ്റൂല. അത് അങ്ങനത്തെ ടെസ്റ്റ് ചെയ്യുന്നില്ല. കൊച്ചായതുകൊണ്ട് ഇതിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റൂല, വലിയ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഇങ്ങനെ വരണേന്ന് നോക്കാൻ പറഞ്ഞു. ഇവിടെ ചെറുത് സമയത്ത് മറ്റേ ഈ ചോറുണ്ണണ പ്രായമായപ്പോ 2-2.25 വയസ്സൊക്കെ ആയപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത്. അപ്പൊ തൊട്ട് ഈ ചൂര മീന കഴിക്കണം, വലിയ മീന കഴിക്കണം. ചൂര കേര ആ മീൻ മാത്രമേ കൊടുക്കാറുള്ളൂ. കാരണം വെച്ചാൽ അതിന് മുള്ളില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്ത് ഈ അസുഖം വരുന്നോടെ വരെ അവൾക്ക് അതാ കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് മീനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും അതുകൊണ്ടാണോ, അത് കണ്ടമാനം കഴിച്ചിട്ടാണോ എന്നുള്ളൊരു സംശയം ഡോക്ടറിനുണ്ട്. അങ്ങനെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഭക്ഷണം എന്ത് കഴിച്ചാലും ഇങ്ങനെ പ്രശ്നമാണ്. എന്നിട്ട് വെള്ളം കുടിച്ചാലും ഇങ്ങനെ പ്രശ്നം വരും, എന്ത് ഫുഡ് കഴിച്ചാലും പ്രശ്നം വരും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കഞ്ഞി, 3-4 മാസം കഞ്ഞി, അച്ചാറും, ചുട്ട പപ്പടം, ഇത് തന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ കൊച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും. അപ്പം അങ്ങനെ കഴിച്ച് കരച്ചില്ല, പിള്ളേര് കഴിക്കൂലല്ലോ. അങ്ങനെ കരഞ്ഞും ബഹളവും ഒക്കെ ആയി ഒരുവിധം 1 വർഷം 1.5 വർഷം ഒപ്പിച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോ ഇത് ശരീരത്തിൽ നിന്ന് അങ്ങ് പോയി, നോർമലായി, ഒരു കുഴപ്പമില്ലാണ്ട് പഴയ പോലെയായി. പക്ഷേ ഫുഡുകളൊക്കെ ഇപ്പോഴും ആ മീനൊന്നും ഇപ്പോഴും കഴിക്കില്ല കേട്ടോ. വേറെ ചൂരൊന്നും ഇപ്പം അന്ന് നിർത്തിയതാ, 2.5 വർഷം മുന്നേ നിർത്തിയതാ. ഇപ്പോഴും
അത് കഴിച്ചിട്ടേ ഇല്ല. കഴിക്കാനായിട്ട് പറയണമില്ല, കഴിക്കണ്ട എന്നാണ് തന്നെയാ പറയണത്. പിന്നെ അയില, മീന് അങ്ങനെ അലർജി ഉള്ളവർക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അന്ന് മുതലാണ് ഹോമിയോയിലോട്ട് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ചെറിയൊരു ജലദോഷം വന്നാൽ പോലും ഇപ്പൊ ഹോമിയോയിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ചൊവ്വയും ബുധനേ ഉള്ളൂ ഞങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ. അപ്പം ഇന്ന് പോയി കാണിക്കാലോ എന്ന് വിചാരിച്ച് വെച്ച് വലുതാക്കണ്ടല്ലോ. എന്താ സംഭവം, നമ്മള് ചെറുതാന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലത് അത് വെച്ച് വലുതായി പോകുന്നത്. അപ്പൊ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പൊ സപ്പൂനെ റെഡിയാക്കി ഇവളെ സ്കൂളിലാക്കിയിട്ട്, ഇവിടെ സ്കൂളിൽ നിന്ന് കുറച്ച് മാറി തന്നെയാണ്, 1 കിലോമീറ്ററേ ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ അവിടെയും പോയിട്ട് വരാന്ന് വിചാരിച്ച് നിൽക്കണം. അപ്പോഴേക്കും കുറച്ച് ടൈം ഉണ്ട് നമുക്ക് പോകാൻ ഇനി. എന്നാ പിന്നെ നിങ്ങളോട് കുറച്ച് വർത്താനമൊക്കെ പറയാം എന്ന് വിചാരിച്ചു. അപ്പൊ സപ്പൂനെ റെഡി ആക്കട്ടെ, നമുക്ക് അന്നിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ദേ ഇവിടെ എല്ലാവരും ക്യൂവിലാണ്. ഇനി നമ്മളവിടെ നിന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഓൺലൈനല്ലേ, അപ്പോൾ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പോയി ഡോക്ടറെ കാണണം. അങ്ങനെ ഡോക്ടറെ കണ്ട് തിരിച്ച് വന്ന് ഇനി ഇവിടെ വന്നിട്ട് മരുന്ന് മേടിക്കണം. അത് മരുന്ന് മേടിക്കുന്ന സ്ഥലമാണ്. എല്ലാവരും അവിടെ വെയിറ്റിങ്ങിലാണ്. അവർ പേര് വിളിക്കുമ്പോഴേക്കും നമ്മൾ ഇരുന്ന് മരുന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് മരുന്ന് തരുന്നത്. അവിടുന്ന് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകണം കേട്ടോ. കുറച്ച് നേരം നിൽക്കണം. നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം നിൽക്കണം. ഡയറക്റ്റ് ബസ് പോയി കഴിഞ്ഞാൽ നമ്മൾ വീടിന് അടുത്ത് തന്നെ ഇറങ്ങാം. പിന്നെ ഇച്ചിരി ഇങ്ങോട്ട് നടന്നാൽ മതി. അപ്പോൾ ഡയറക്റ്റ് ബസ്സിന് വേണ്ടി അവിടെ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണമെന്നാണ്. ബസ്സിലൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ബസ് വരണം. ഡയറക്റ്റ് ബസ് വന്നാലേ ഞാൻ കയറുകയുള്ളൂ. ശ്രീദേവി ബസ്സാണ് നമ്മുടെ ഇവിടെ കൂടുതൽ പോകുന്നത്. ശ്രീദേവി ബസ് വരുന്നവർ ഞാൻ കിട്ടിയത്. അങ്ങനെ നമ്മുടെ ബസ് വന്ന് ശ്രീദേവി വന്നു. ബസ്സിൽ കയറി വന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റാൻഡ് എത്തി. സ്റ്റാൻഡിൽ കുറച്ച് നേരം വണ്ടി ഇങ്ങനെ 1 മിനിറ്റ് ഇടും. 2 മിനിറ്റ് എടുക്കുമോ. അങ്ങനെ വണ്ടി എടുക്കാൻ പോകുന്നു. വണ്ടി എടുത്തു. അതിൽ ഇനി 2 സ്റ്റോപ്പ് ഉള്ളൂ കേട്ടോ. ഇന്ന് 2 സ്റ്റോപ്പ് 3 സ്റ്റോപ്പ് ജംഗ്ഷൻ. അപ്പം ഇനി ഒരു സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജംഗ്ഷൻ എത്തി ഇറങ്ങി വീടിൻ്റെ നമ്മൾ ഷോർട്ട് കട്ടാണ്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. പുറകിൽ ഒരു അമ്പലമുണ്ട് കേട്ടോ. ആ അമ്പലത്തിലെ ഉത്സവമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ അമ്പലം കാണാം. അതാണ് അമ്പലത്തിലെ പാട്ടൊക്കെ നമുക്ക് എപ്പോഴും കേൾക്കാം കേട്ടോ. അങ്ങനെ അതാണ് അമ്പലം. അമ്പലത്തിൽ ഉത്സവമാണ്. 1-ാം തീയതി പോകണം. പ്രസാദോട്ട് കൊടികേറ്റ് സദ്യ ഒക്കെ ഉണ്ട്. എക്കത്തിനും പോകണം. അങ്ങനെ നടന്ന് മുന്നോട്ട് നടന്ന് ചെല്ലുമ്പോൾ ചെറിയ ഗേറ്റ് കൂടെ ഉണ്ട്. അതുകൂടെ കടന്ന് വേണം നമ്മുടെ വീട്ടിലോട്ട് വരില്ല. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഷോർട്സിലൊക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഡോറ് തുറന്ന് അകത്ത് കയറണം. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഇച്ചിരി നടന്നിങ്ങ് വന്നതല്ലേ. അപ്പോൾ ഇനി ഡോറ് തുറന്ന് അകത്ത് കയറിയിട്ട് ഗുളികയൊക്കെ എടുത്ത് കഴിക്കണം. അപ്പം നമുക്ക് ഡോറ് തുറക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗുളികയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് റെജീന പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗുളികയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇത് 1 വീതം കഴിക്കാനാണ് 2 നേരം തന്നത്. അപ്പം ഇപ്പോഴത്തേക്കുള്ള നമുക്ക് കഴിച്ചേക്കാം. പിന്നെ വൈകിട്ടാണ്. ആ ഹോമിയോ മരുന്നിൻ്റെ ആ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഗുളികയ്ക്കകത്ത് ആ മരുന്നും കണ്ട് കഴിച്ചിരിക്കുന്നത്. സപ്പുൻ്റെ വാട്ടർ ബോട്ടിലെ വെള്ളമാണ് എടുത്ത് കുടിക്കാം. ഒരാഴ്ച കഴിക്കാനാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞോ കുറഞ്ഞില്ല എന്നൊക്കെ ചെന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.